ഹായ് എവരി വൺ. ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ LMS സിസ്റ്റത്തിലുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ്. പല ആളുകളും നമ്മളോട് നേരത്തെ ചോദിക്കാറുണ്ടായിരുന്നു, BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ നോട്ട്സുകൾ ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ നോട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സിനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എത്തരത്തിലുള്ള നോട്ട്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഡെമോയിലൂടെ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു കോഴ്സ് നമുക്കറിയാം, BEGAE 182 ഇഗ്നോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വ്യത്യസ്ത ബ്ലോക്കുകളായിട്ടും ആ ബ്ലോക്കുകളെ വീണ്ടും ഡിഫറെന്റ് യൂണിറ്റുകളായിട്ടുമാണ് അല്ലേ. അപ്പൊ നമ്മളുടെ ഈ ഒരു ഷോർട്ട് നോട്ടും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ യൂണിറ്റുകളെ ബേസ് ആക്കിക്കൊണ്ടാണ്. ആ ഓരോ യൂണിറ്റിനെയും നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്ത് ആ ടോപ്പിക്കിനെ ഷോർട്ട് നോട്ടുകളാക്കി അതും സിമ്പിൾ ലാംഗ്വേജിലാണ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു നോട്ട്സ് എടുത്താൽ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ വരുന്ന നോട്ട്സ് എടുത്താൽ കാണാൻ സാധിക്കും, ആ യൂണിറ്റിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇവ കൂടാതെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് സിലബസും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, BEGAE 182 പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, സ്ട്രക്ചർ എങ്ങനെയൊക്കെയാന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ സിലബസിനെ ഒന്ന് ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇവിടെ കാണാം, ഈ ഒരു സിലബസ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോ ബ്ലോക്കുകളും അതുപോലെ തന്നെ യൂണിറ്റുകളും ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പം ഓരോ യൂണിറ്റിലും ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാനും അതുവഴി പഠിക്കാനൊക്കെ നിങ്ങളെ സാധിക്കും. കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നോട്ട്സിനെ നമ്മൾ ഓരോ ബ്ലോക്കിൽ ഓരോ യൂണിറ്റുകളാക്കി ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂണിറ്റ് 1 നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലോക്ക് 1 അല്ലേ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നോക്ക് നിങ്ങൾ. യൂണിറ്റ് 1 ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതിൽ ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ വരുന്നത്, ആ ടോപ്പിക്കുകളെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഷോർട്ട് നോട്ട്സും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ യൂണിറ്റ് നോട്ട്സിൻ്റെയും എൻഡിങ്ങിൽ അവസാനം നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ സൊല്യൂഷൻ. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നോട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവ കൂടാതെ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഈ ഒരു സെയിം കോഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്, ഒരുമിച്ച് അവൈലബിൾ ആവുന്നതാണ്. എനിവേ, എല്ലാവരും ജോയിൻ ചെയ്യുക ഈ ഒരു കോഴ്സിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, www.ignoclasses.in. ഈ ഒരു വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകാവുന്നതാണ്. ചെറിയൊരു എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. എനിവേ, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.